ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കുത്തിയിരിപ്പ് സമരം, ഒഴിഞ്ഞ കലങ്ങളുമായിട്ടുള്ള ഒരു കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. വളരെ വ്യക്തമാണ്, ശബരിമല വിശ്വാസികൾക്ക് നേരെ നടത്തിയ ദ്രോഹത്തിന് സമാനമായി ഒരു ദ്രോഹം ഈ ആറ്റുകാൽ ഭക്തജനങ്ങൾക്ക് നേരെ നടത്താൻ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളമില്ല എന്ന് പറഞ്ഞ് റെസിഡൻസ് അസോസിയേഷനും ജനങ്ങളും തന്നെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടും അതിന് പരിഹാരം കാണാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമാണ് എന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളൊരു പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് ബിജെപി എത്തിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ഏകദേശം 600 കോടി രൂപയുടെ അമൃത് 1, അമൃത് 2 പദ്ധതികൾ പ്രകാരം 600 കോടി രൂപയുടെ പദ്ധതികൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കാൻ പോകുന്ന പദ്ധതി ഇവിടെ നടപ്പാക്കപ്പെട്ടതാണ്. ആ പദ്ധതി അട്ടിമറിച്ചത് മുൻ ഭരണകൂടം, നഗരസഭാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ചേർന്ന് അത് അട്ടിമറിച്ചതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ആവശ്യമാണ്. ആ ആവശ്യത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയും കാണിക്കുന്നത്. ഇതിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇന്ന് തന്നെ ഒരു നടപടി വേണമെന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഇത് മനഃപൂർവ്വമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ഇത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അല്ല, ബോധപൂർവം അല്ലെങ്കിൽ ഇതാണ് ഇപ്പോ എനിക്കിവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും പൈപ്പ് പൊട്ടിയാൽ വിളിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനെയോ വി രാജേഷിനെയോ അല്ല, റോഷി അഗസ്റ്റിനാണ് കേരളത്തിന്റെ മന്ത്രി. അദ്ദേഹത്തെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളൊക്കെ വിളിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ സമരവും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, റോഷി അഗസ്റ്റിൻ ഇന്ന് തന്നെ ഇടപെട്ടിട്ട് ഈ ആറ്റുകാൽ ഉത്സവ കാലയളവിൽ അഭംഗുരം കുടിവെള്ളം ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം റോഷി അഗസ്റ്റിനാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ്. ഇന്ന് തന്നെ ഇടപെട്ടിട്ട് ഇതിന് പരിഹാരം കാണണമെന്ന ഒറ്റ ആവശ്യം ഞങ്ങൾക്കുള്ളൂ. ഇതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗൂഢാലോചനയും പറയുന്നില്ല. പരിഹരിക്കൂ, കുടിവെള്ളം എത്തിക്കൂ. ഒരു കാര്യം ഞങ്ങൾ മുഖ്യമന്ത്രിയോടും റോഷി അഗസ്റ്റിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. മുമ്പും ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഇതുപോലെ കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആറ്റുകാലിൽ വന്ന ലക്ഷക്കണക്കിന് വരുന്ന വനിതകൾ വെള്ളമില്ലാത്തതിന്റെ പേരിൽ പൊങ്കാല ഇടാതെ പോയിട്ടില്ല. ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ ബിജെപിയും അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളും 100 കണക്കിന് ടാങ്കർ ലോറികളിൽ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും കുടിവെള്ളം എത്തിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ആറ്റുകാൽ ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ ആ ഉത്തരവാദിത്വം ഇന്ന് നിർവഹിക്കണം എന്നാണ് ബിജെപിയുടെ ആവശ്യം. അല്ല, ഇത് മനഃപൂർവ്വമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ശബരിമലയിൽ കണ്ടല്ലോ, എത്രയോ പേര് അവിടെ പോയപ്പോൾ അവിടെ 2 ദിവസം കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മനഃപൂർവ്വമല്ലെങ്കിൽ അത് ചെയ്യണ്ടേ? ആരുടെ ഉത്തരവാദിത്വമാണത്? ചെയ്യേണ്ട ആൾക്കാർ ചെയ്യില്ല. പിന്നെ എന്താ നമ്മൾ പറയേണ്ടത്? ഇത് ഭഗവാനാണോ ചെയ്യുന്നത്? അപ്പോൾ മനഃപൂർവ്വമല്ലെങ്കിൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം, വർക്ക് ചെയ്യണം. എല്ലാവർക്കും അറിയില്ലേ 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല. പിന്നെ എന്താണ് വള്ളത്തിനെ കുറിച്ചൊന്നും ചെയ്യാത്തത്? അതാണ് ചോദ്യം. അല്ല, അവിടെ ഇതില് റോഷി അഗസ്റ്റിൻ മാത്രമല്ല, ശിവൻകുട്ടി നേമം നിയോജക മണ്ഡലം ആറ്റുകാലിരിക്കുന്ന അവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടി കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ അത് ഏത് രീതിയിലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള മന്ത്രിയും നേമം ആറ്റുകാലിനെ പ്രതിനിധീകരിക്കുന്ന MLA-യുമായിട്ടുള്ള ശിവൻകുട്ടിയെ അനുവർത്തിക്കുന്നത്. ഇത് ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്.